ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു പുതിയ സ്റ്റോറിയാണേ. എൻ്റെ പേര് ശിവ. എനിക്ക് 25 വയസ്സായി. ഇതുവരെ എനിക്ക് ലവ് ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ 25 വയസ്സ് വരെ ഞാൻ കന്യകനായി തന്നെ ജീവിച്ചു. പക്ഷേ എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു ഒരു ആ ടൈപ്പ് റിലേഷൻഷിപ്പൊക്കെ വേണമെന്ന്. അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഓൾഡ് ഏജ് പെൻഷൻ അപ്ലൈ ചെയ്യാൻ അടുത്തുള്ള പഞ്ചായത്ത് ഓഫീസിൽ പോയി. അങ്ങനെ അവിടെ വെച്ച് ഞാൻ അവളെ കണ്ടു. അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അവൾ എൻ്റേതാകുമെന്ന്. അവളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അവളുടെ പേര് ഷിജി. അവൾക്ക് വയസ്സ് 42. അവളാണ് എനിക്ക് അമ്മയുടെ പെൻഷൻ ആപ്ലിക്കേഷനൊക്കെ ശരിയാക്കി തന്നത്. അപ്പോൾ ഞാൻ അവളെ തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് അവൾ എന്നെ നോക്കി. അപ്പോൾ ഞാൻ പേടിച്ച് മുഖം തിരിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ അവളുടെ അവിടെ നോക്കിയത് അവൾ കണ്ടിട്ടുണ്ടാവല്ലേ എന്ന്. ഞാൻ വീണ്ടും അവളെ നോക്കിയപ്പോൾ അവൾ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. അപ്പോഴാണ് എനിക്ക് സമാധാനമായത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. അവളുടെ സാരിത്തലപ്പ് താഴോട്ടായിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് ശരിക്കും അവളുടെ അതൊക്കെ കാണാം. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു എങ്ങനെയെങ്കിലും അവളെ വളച്ച് സെറ്റാക്കണമെന്ന്. പക്ഷേ എനിക്കൊരു ഐഡിയയും ഇല്ലായിരുന്നു അവളെ എങ്ങനെ വളയ്ക്കണമെന്ന്. അവളോട് ഫോൺ നമ്പർ വാങ്ങണമെന്ന് എനിക്ക് തോന്നി. എന്നാൽ എൻ്റെ പേടി കാരണം ഞാൻ അതിന് മുതിർന്നില്ല. അപ്ലൈ ചെയ്ത് തിരിച്ചു വരാൻ നേരം ഞാൻ അവളോട് ചോദിച്ചു, ഇത് ഓക്കെ ആയാൽ ഞാൻ എങ്ങനെ അറിയുമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു 1 വീക്ക് കഴിഞ്ഞ് അവിടെ പോയി ഒന്നുകൂടെ ചോദിച്ചാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ അവളുടെ നമ്പർ വാങ്ങാൻ ധൈര്യമില്ലാതെ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി എൻ്റെ വണ്ടിയുടെ അടുത്തെത്തി. പെട്ടെന്ന് എൻ്റെ പിറകിൽ നിന്ന് അവൾ വിളിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കി. ഞാൻ ഞെട്ടി അവിടെ തന്നെ നിന്നു. അവൾ എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എനിക്ക് നേരെ ഒരു കടലാസ് നീട്ടി. ഞാൻ ചോദിച്ചു, ഇതെന്താണ്? ഇതെൻ്റെ ഫോൺ നമ്പറാണ്. ഒരാഴ്ച കഴിഞ്ഞ് വരണം എന്നില്ല, എന്നെ വിളിച്ച് ചോദിച്ചാൽ മതി. ഓ, താങ്ക് യു ഷിജി. അപ്പോൾ തന്നെ ഞാൻ അവൾക്കൊരു മിസ്ഡ് കോൾ ചെയ്തു. ഇതെൻ്റെ നമ്പറാണ്, സേവ് ചെയ്ത് വെച്ചോളൂ. ഓക്കേടാ, ശരി. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചതുപോലെ അവളുടെ നമ്പർ കിട്ടി. പക്ഷേ ഞാൻ എന്തു പറഞ്ഞ് അവൾക്ക് മെസ്സേജ് അയക്കും എന്നാലോചിച്ച് നിന്നു. അങ്ങനെ ഇരിക്കെ വാട്സാപ്പിൽ അവളുടെ സ്റ്റാറ്റസ് കണ്ടു. അവളുടെ ഒരു ഫോട്ടോ ആയിരുന്നു സ്റ്റാറ്റസ്. ഞാൻ അവളുടെ സ്റ്റാറ്റസിന് ക്യൂട്ട് എന്ന് മെസ്സേജ് അയച്ചു. രാത്രി അയച്ചപ്പോൾ ഷിജി ഒരു ചിരിക്കുന്ന ഇമോജി അയച്ചു. തുടർന്ന് അവരുടെ വാട്സപ്പ് മെസ്സേജുകളാണ്. ശിവ, എന്താ ചിരിക്കുന്നത്? ഷിജി, ഈ കിളവിയായ എന്നെയാണോ നീ ക്യൂട്ടെന്ന് പറഞ്ഞത്? നീ ആളുമാറി അയച്ചതാണോ അതോ എന്നെ കളിയാക്കാനാണോ? ഞാൻ ഷിജിക്ക് തന്നെ അയച്ചതാണ്. ആര് പറഞ്ഞു ഷിജി കിളവിയാണെന്ന്? കണ്ടിട്ട് എനിക്ക് കിളവിയാണെന്ന് തോന്നുന്നില്ലല്ലോ. എനിക്ക് കണ്ടപ്പോൾ സുന്ദരിയായി തോന്നി, അതാണ് ഞാൻ ക്യൂട്ടെന്ന് പറഞ്ഞത്. നീ ശരിക്കും പറഞ്ഞതാണോ ഞാൻ സുന്ദരിയാണെന്ന്? അതെ ഷിജി, താൻ ശരിക്കും അതീവ സുന്ദരിയാണ്. തൻ്റെ ഹസ്ബൻഡ് ശരിക്കും ഭാഗ്യവാനാണ്. താങ്ക് യു ഡിയർ. ശിവ, തൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഷിജി, ഹസ്ബൻഡ് ആൻഡ് സൺ. ശിവ, ഹസ്ബൻഡ് എന്താ ജോബ്? കാർ ഡ്രൈവറാണ്. മകൻ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? അതൊന്നുമില്ല, തന്നെ കണ്ട കിളവിയാണെന്നൊന്നും ആരും പറയുവല്ല. മകൻ പഠിക്കുവല്ല, അവൻ ജോലി ചെയ്യുവാണ്. ഓ മൈ ഗോഡ്, എന്തു പറ്റി? തനിക്ക് ഇത്ര വലിയ മകനുണ്ടോ? അൺബിലീവബിൾ. അതല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ കിളവിയാണെന്ന്. ഇത്ര വലിയ മകനുണ്ടായിട്ടും തന്നെ കാണാൻ വളരെ ചെറുപ്പമാണല്ലോ ഷിജിമോളെ. മോളോ ഞാനോ? എന്താ, ഇഷ്ടമായില്ലേ മോളെ വിളിച്ചത്? മെസ്സേജ് കണ്ടിട്ടും ഷിജി റിപ്ലൈ ഒന്നും തന്നില്ല. 30 മിനിറ്റ് നോക്കി ഞാൻ, എന്നിട്ടും റിപ്ലൈ വന്നില്ല. പിന്നെ ഞാൻ ചോദിച്ചു, എന്താ ഞാൻ മോളെ എന്ന് വിളിച്ചത് ഇഷ്ടമായില്ലേ? അതാണോ റിപ്ലൈ ഒന്നും തരാത്തത്? ഐ ആം റിയലി സോറി ഷിജി. 15 മിനിറ്റിന് ശേഷം ഷിജി റിപ്ലൈ അയച്ചു. സോറിഡാ, ഹസ്ബൻഡ് ഉറക്കമുണർന്നു, അതാ ഞാൻ റിപ്ലൈ തരാതെ കിടന്നത്. ഹസ്ബൻഡ് ഉറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു നിനക്ക് റിപ്ലൈ തരാൻ. ഓ ആണോ? ഞാൻ വിചാരിച്ചു എൻ്റെ ഷിജിമോൾ എന്നോട് ദേഷ്യമായി എന്ന്. എന്നിട്ട് ഹസ് ഉറങ്ങിയോ? ഉറങ്ങി.
നിൻ്റെ ഷിജിമോളാണോ ഞാൻ? ഓ, ഞാൻ മോളെ എന്ന് വിളിച്ചത് ഇഷ്ടമായില്ലേ? ഇനി ഞാൻ വിളിക്കുന്നില്ല. ഏയ് പിണങ്ങല്ലേടാ, എന്നെ ഹസ്സ് പോലും അങ്ങനെ മോളെ വിളിക്കാറില്ല. ആദ്യമായി നീയാണ് എന്നെ ഇത്രയും സ്നേഹത്തോടെ മോളെ എന്ന് വിളിച്ചത്. ആണോ? എന്നാൽ ഇനി മുതൽ ഞാൻ ഷിജിമോളെ എന്ന് വിളിക്കാം. ഡാ, നീ എന്നേക്കാൾ ചെറുപ്പമല്ലേ? അതിനെന്താ ഷിജിമോളെ, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. ശരിക്കും പറഞ്ഞതാണോ? നിനക്ക് എൻ്റെ ഏജ് ഒരു പ്രശ്നമല്ലേ? എനിക്ക് ഈ സുന്ദരി കുട്ടിയുടെ ഏജ് ഒരു പ്രശ്നമേ അല്ല. താങ്ക്സ് ഡാ. എന്നാൽ ഞാൻ ഉറങ്ങട്ടെ, ഇപ്പോൾ തന്നെ 1:30 നാളെ ഓഫീസിൽ പോകണം. പിന്നെ ഹസ് ഉറക്കമാണെന്നാൽ പ്രോബ്ലം ആകും. ആ എന്നാൽ ഓക്കെ, ഗുഡ് നൈറ്റ് ഷിജിമോളെ. ഗുഡ് നൈറ്റാ. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഫോൺ നോക്കിയപ്പോൾ ഷിജിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തു. ഗുഡ് മോർണിംഗ് ഡിയർ. ഷിജി, ഞാൻ ഇത്ര പെട്ടെന്ന് നിൻ്റെ ഡിയർ ആയോ? ആയി. എന്താ, ആയാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അയ്യോ, എനിക്കെന്ത് പ്രോബ്ലം? ഞാൻ ഹാപ്പിയാണ്. പക്ഷേ എൻ്റെ ഹസ് അറിയേണ്ടതൊന്നും. അറിഞ്ഞാൽ പ്രോബ്ലം ആകും. താൻ പറയാതെ ഹസ് അറിയില്ലല്ലോ. എന്താ, താൻ പറയോ? ഏയ്, ഞാൻ വിഡ്ഢിയല്ല ഇതൊക്കെ ഹസ്സിനോട് പറയാൻ. എന്നാൽ ഓക്കെ, നൈറ്റ് മെസ്സേജ് അയക്കാം. ഇപ്പോൾ ജോബുണ്ട്. ഓക്കെ ഡിയർ. വൈകുന്നേരം ഷിജിയെ കാണാൻ ഞാൻ അവളുടെ ഓഫീസിൻ്റെ അടുത്ത് പോയി. ജോലി കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ അവൾ എന്നെ കണ്ടു. അവൾ എന്നെ നോക്കി ചിരിച്ചിട്ട് ഒന്നും മിണ്ടാതെ പോയി അവിടെ നിന്നു. രാത്രി 11 ഷിജി മെസ്സേജ് അയച്ചു. ഹായ് ഡാ. ഹായ്. എന്താടാ ഇന്ന് നീ മെസ്സേജ് ഒന്നും അയക്കാത്തത്? താൻ എന്നെ കണ്ടിട്ട് എന്താ ഒന്നും മിണ്ടാതെ പോയത്? ഓ, അതിൻ്റെ ദേഷ്യമാണോ? അതെ. അവിടെ വെച്ച് സംസാരിക്കുമ്പോൾ ആരെങ്കിലും കണ്ടാലോ, അതാ ഞാൻ ഒന്നും മിണ്ടാതെ നിന്നത്. ഓ അതാണോ? എന്നാൽ കുഴപ്പമില്ല. അങ്ങനെ 2 ആഴ്ച കടന്നുപോയി. എൻ്റെ ഫോൺ വീണു പൊട്ടി. അതുകൊണ്ട് 2 ദിവസം ഷിജിയെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റില്ല. 3-ാം ദിവസം ഫോൺ ശരിയാക്കി കിട്ടി. ഞാൻ ഫോൺ നോക്കി. അപ്പോൾ ഷിജിയുടെ മെസ്സേജ് കണ്ടു. ഏകദേശം 30ഓളം മെസ്സേജ് ഉണ്ടായിരുന്നു. 28 വാട്സാപ്പ് കോളും 54 നോർമൽ കോളും ഫ്രം ഷിജി. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഷിജി എന്നെ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന്. ഞാൻ ഷിജിയെ വിളിച്ചു. അവൾ ഫോൺ എടുത്തു. ഡാ, നീ എവിടെയാ? 2 ഡേയ്സായി എന്താ മെസ്സേജൊന്നും അയക്കാത്തത്? ഞാൻ ഇത്ര കോൾ ചെയ്തു. നീ ഓക്കെ അല്ലേ? നിനക്ക് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ? ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചു നിൻ്റെ റിപ്ലൈ ഒന്നും ഇല്ലാതെ. എടോ, എൻ്റെ ഫോൺ പൊട്ടിപ്പോയി. അതാണ് എനിക്ക് തന്നെ വിളിക്കാൻ പറ്റാത്തത്. എന്നാൽ എൻ്റെ ഓഫീസിൽ വന്ന് കാര്യം എന്നോട് പറയായിരുന്നില്ലേ? വന്നാലും താൻ സംസാരിക്കില്ലല്ലോ. ഇത്രയും ടെൻഷനായി നിൽക്കുമ്പോൾ നിന്നെ കണ്ടാൽ ഞാൻ സംസാരിക്കാതെ നിൽക്കുമോ? നീ വന്നിരുന്നേ ചിലപ്പോൾ ഞാൻ കെട്ടിപ്പിടിച്ചു പോലും പോയേനെ. ആണോ? അതേടാ, 2 ഡേയ്സ് എനിക്ക് ഉറക്കം പോലും കിട്ടിയില്ല. എന്നെ അത്രയ്ക്ക് മിസ് ചെയ്തോ താൻ? അത് പറയേ. അതേടാ, നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു. എന്നാൽ നാളെ കാണാം. ശിവ, എനിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. ഐ ആം വെയിറ്റിംഗ് ഫോർ ടുമോറോ. ഷിജി തിരിച്ച് റിപ്ലൈ കൊടുത്തു. ഞാനും. അങ്ങനെ ഉച്ചയായി. ഷിജി പറഞ്ഞതുപോലെ ഞാൻ അവിടെ എത്തി. ഷിജിയും എത്തി. ഹെൽമെറ്റ് ഇട്ട് എൻ്റെ ബൈക്കിൽ കയറി. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ പിടിക്കുന്നതിന് നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? താൻ എന്താടോ ചോദിക്കുന്നത്? താൻ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടി ഞാൻ കൊതിക്കുകയാണ്. അപ്പോൾ താൻ എന്നെ പിടിക്കുന്നതിന് എനിക്ക് എന്ത് പ്രോബ്ലം? അങ്ങനെ എൻ്റെ ഷിജി ആദ്യമായി എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ ബൈക്കിലിരുന്നു. ഞാനും ഷിജിയും 2 ഇണക്കുരുവികളെ പോലെ അങ്ങനെ ബൈക്കിൽ തിയേറ്ററിൽ പോയി. എന്നിട്ട് സിനിമയ്ക്ക് കയറി. അവിടെയും ഷിജി എൻ്റെ കൈകോർത്ത് പിടിച്ചിരുന്ന് സിനിമ കണ്ടു. ഞാൻ 2 പേർക്കും വേണ്ടി കൂൾ ഡ്രിങ്ക്സ് വാങ്ങി വന്നു. ഞങ്ങൾ ഡ്രിങ്ക്സ് കുറച്ച് കുടിച്ച് അതിനുശേഷം ഷിജി എന്നോട് പറഞ്ഞു എൻ്റെ ഡ്രിങ്ക്സിൻ്റെ ബാക്കി ഷിജി കുടിക്കണമെന്ന്. അവളുടെ ബാക്കി ഡ്രിങ്ക്സ് എന്നോട് കുടിക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ഡ്രിങ്ക്സ് പരസ്പരം മാറി കുടിച്ചു. അപ്പോൾ ഞാൻ ഷിജിയെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി എൻ്റെ ഷിജിക്ക്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എൻ്റെ ഷിജിയോട്?
ഇല്ല, ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞതാണ്. ഇതുവരെ എൻ്റെ ഹസ്സ് പോലും ഇതുവരെ ഞാൻ കുടിച്ചതിൻ്റെ ബാക്കി കുടിച്ചിട്ടില്ല. നീയാണ് ആദ്യമായി ഞാൻ കുടിച്ചതിൻ്റെ ബാക്കി കുടിക്കുന്നത്. എൻ്റെ പെണ്ണിൻ്റെ ബാക്കി ഞാൻ കുടിച്ചില്ലേ? ഞാൻ തന്നെ സ്നേഹിക്കുന്നതിന് എന്തർത്ഥമാണ് ഉള്ളത്? ആണോ? ഞാൻ നിൻ്റെ പെണ്ണാണോ? ശരിക്കും നിനക്ക് എന്നെ ഇഷ്ടമാണോ? അതെ, ഇനി മുതൽ താൻ എൻ്റെ പെണ്ണാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ ഷിജിയെ. ഞാൻ വേറെ ആളുടെ ഭാര്യയാണ്. പിന്നെ എനിക്ക് നിൻ്റെ പ്രായമുള്ളൊരു മകനും ഉണ്ട്. ഇതൊക്കെ പ്രോബ്ലം ആകില്ലേ? താൻ പേടിക്കേണ്ട, തനിക്കൊരു പ്രോബ്ലം വരാതെ ഞാൻ നോക്കിക്കോളാം. താൻ എന്നെ വിട്ടു പോകാതെ നിന്നാൽ മതി. എനിക്കല്ല, നമുക്കെന്ന് പറ. നമുക്ക് രണ്ടാൾക്കും ഒരു പ്രോബ്ലം വരരുത്. നിനക്ക് എന്തെങ്കിലും ആയാൽ എനിക്ക് സഹിക്കില്ലടാ. ഓ മൈ ലവ്. എന്താടാ ചക്കരെ? മൂവി കാണാൻ കയറിയെങ്കിലും ഞങ്ങൾ മൂവി ശ്രദ്ധിച്ചതേയില്ല. മൂവി കഴിഞ്ഞ് ബീച്ചിൽ പോയി കെട്ടിപ്പിടിച്ചിരുന്ന് തിരമാല എണ്ണി. സമയം 7:30ആയി. എടാ, നമുക്ക് പോകാം. ഇപ്പോൾ തന്നെ ലേറ്റായി. നീ എന്നെ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഡ്രോപ്പ് ചെയ്താൽ മതി. നൈറ്റ് ഹസ് ഉറങ്ങിയിട്ട് ഞാൻ വിളിക്കാം നിന്നെ. ഓക്കെ. അങ്ങനെ അവളെ അവിടെ ആക്കി. എന്നും വരുന്ന ബസ് ഇല്ലാത്തത് കൊണ്ടാണ് ലേറ്റായത് എന്ന് കള്ളം പറഞ്ഞ് അവൾ വീട്ടിൽ കയറി. നൈറ്റ് ഷിജി വീഡിയോ കോൾ ചെയ്തു. എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല ദിവസമായിരുന്നു എന്ന്. എൻ്റെയും. എടാ, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ? ഞാൻ എന്തും സത്യം മാത്രമേ എൻ്റെ ഷിജിയോട് പറയൂ. നിനക്ക് വേറെ കാമുകിയുണ്ടോ? ഏതെങ്കിലും ചെറിയ പെൺപിള്ളേർ? എൻ്റെ ലൈഫിൽ നീ മാത്രമേ ഉള്ളൂ ഷിജി. ഉറപ്പാണല്ലോ അല്ലേ? എന്നെ നീ ചതിക്കില്ലല്ലോ? ഉറപ്പ് തന്നെ, ഒരിക്കലും ഞാൻ ചതിക്കില്ല. എടോ, താനെന്ന് പറഞ്ഞില്ലേ ഹസ് പേരിന് മാത്രമാണെന്ന്? അതെന്താ? അത് ഞങ്ങൾ തമ്മിൽ വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട്. വേറെ ഒന്നും എന്നാൽ എന്താ? മനസ്സിലായിട്ടും അറിയാത്തതുപോലെ നിൽക്കല്ലേ. എന്താ പറ താൻ. അത് തന്നെ, ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ പരിപാടിയൊന്നും നടക്കാറില്ല. ശാരീരികമായ റിലേഷൻഷിപ്പ് ഇല്ല എന്ന് ഇപ്പം മനസ്സിലായോ എൻ്റെ ചുള്ളന്? ഓ ആണോ? അപ്പോൾ കുറേ ആയോ നിങ്ങൾ അതൊക്കെ ചെയ്തിട്ട്? നിനക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത്? പറ മുത്തേ, എന്നോടല്ലേ? ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 26 വർഷമായി. ഞങ്ങൾ ആകെ 5 തവണ മാത്രമേ ചെയ്തിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞ് 2 മാസത്തിൽ 5 വട്ടം മാത്രം. അപ്പോഴേക്കും ഞാൻ ഗർഭിണിയായി. പിന്നീട് ഞങ്ങൾ തമ്മിൽ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ തനിക്കിതൊക്കെ ചെയ്യാൻ തോന്നാറില്ലേ? അതൊക്കെയുണ്ട്. എനിക്ക് 3 മക്കൾ വേണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇനി അതൊന്നും നടക്കില്ല. അതൊക്കെ നടക്കും. താൻ പേടിക്കണ്ട. തനിക്ക് ഇനിയും പ്രസവിക്കാൻ പറ്റില്ലേ? അതൊക്കെ പറ്റും. പക്ഷേ ഹസ് അതൊന്നും താല്പര്യമില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെ പ്രഗ്നൻ്റ് ആകും? താൻ 2 മക്കൾക്ക് കൂടി ജന്മം നൽകും. ഇതെൻ്റെ ഉറപ്പാണ്. അതൊന്നും വേണ്ട. എനിക്കിനി അങ്ങേരുടെ മക്കൾക്ക് ജന്മം നൽകാൻ താല്പര്യമില്ല. തൻ്റെ ആഗ്രഹം പോലെ 3 മക്കൾ തനിക്കുണ്ടാകും. പോരെ? അതെന്തെങ്കിലും ആവട്ടെ. എടോ, തനിക്ക് എന്നെ ഹസ്സാക്കാനല്ലേ പറ്റാത്തത്? ഇന്നു മുതൽ തൻ്റെ കാമുകനായി കണ്ടൂടെ? നീ എനിക്ക് എൻ്റെ കാമുകൻ തന്നെയാണ്. അതുകൊണ്ടാണ് നിൻ്റെ കൂടെ കറങ്ങാനൊക്കെ ഞാൻ വന്നത്. ആണോ മൈ ലവ്? ഇപ്പോൾ നീ എൻ്റെ കാമുകൻ തന്നെയാണ്. കുറച്ച് കഴിയട്ടെ, എന്നിട്ട് എൻ്റെ ഹസ്സിൻ്റെ പോസ്റ്റിലേക്ക് പ്രമോഷൻ തരാൻ ഞാൻ നോക്കാം. അതുപോലെ നിനക്ക്? മതി, എനിക്കത് മാത്രം കേട്ടാൽ മതി. നീ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കരുത് കേട്ടോ. ലൈഫ് ലോങ് എൻ്റെ കൂടെ നീ വേണം. ഐ ലവ് യു ഡിയർ. ഐ ലവ് യു സോ മച്ച്. ചക്കരെ. എൻ്റെ ഷിജി ആദ്യമായി എനിക്ക് തന്ന ഉമ്മയല്ലേ. ഇനി ചത്താലും ഞാൻ ഹാപ്പിയാണ്. ഫോണിലൂടെ തരുന്നതിന് പകരം ഇന്ന് എനിക്ക് നേരിട്ട് തമ്മ തരാമായിരുന്നില്ലേ? ഓ, അങ്ങനെ ചാവണ്ട. എനിക്ക് വേണം നിന്നെ എന്നും. നേരിട്ട് ഞാൻ തരാം. ഇപ്പോൾ ഫോണിലൂടെ എനിക്ക് തിരിച്ചു തരില്ലേ? ഉമ്മ ഉമ്മ ഉമ്മ. ലവ് യു ഡിയർ. എന്നാൽ പോയി ഉറങ്ങ്. നാളെ നമുക്ക് ഷോപ്പിങ്ങിന് പോകണം. ഓക്കെ, ഗുഡ് നൈറ്റ്. അങ്ങനെ ഷോപ്പിംഗ് പോയി. ഷിജി ഡ്രസ്സ് വാങ്ങി. എല്ലാം എൻ്റെ ഇഷ്ടം നോക്കിയാണ് അവൾ വാങ്ങിയത്. പിന്നെ ഇന്നർ ഗാർമെൻറ്റ് സെക്ഷനിൽ പോയി എന്നെയും കൂട്ടി. നിനക്ക് ഇഷ്ടമുള്ള മോഡൽ എടുക്കടാ. ഓക്കെ, പക്ഷെ സൈസ് എത്രയാ? നീ നോക്കിയിട്ട് എൻ്റെ സൈസ് എത്രയാണെന്ന് ഗസ് ചെയ്യേ.
നിൻ്റെ എല്ലാം സൂപ്പറാണേലും എനിക്ക് സൈസ് അറിയില്ല. ഡാ തെണ്ടി, നീ വേഗത്തിൽ സെലക്ട് ചെയ്യേ. അങ്ങനെ പർച്ചേസ് കഴിഞ്ഞ് പാർക്കിങ്ങിലെത്തി. ശരിക്കും സൂപ്പറാണോടാ? എന്ത്? ഷേ, ഈ ചെക്കൻ്റെ ഒരു കാര്യം നേരത്തെ പറഞ്ഞില്ലേ അത്. ഓ, സൂപ്പറാണോ എന്നോ? അത്യുഗ്രനാണ്. നിനക്ക് എങ്ങനെയുള്ളതാണ് ഇഷ്ടം? എൻ്റേത് ഓക്കെയാണോ നിനക്ക്? തൻ്റേത് മാത്രമേ എനിക്കിഷ്ടമുള്ളൂ. എൻ്റേത് മാത്രമേ ഇഷ്ടപ്പെടാൻ പാടുള്ളൂ. വേറെ ഇഷ്ടപ്പെട്ടാൽ കൊല്ലും ഞാൻ. വേറെ എനിക്ക് വേണ്ട, താൻ മതി എനിക്ക്. ടാ, ഇന്നലെ നീ നേരിട്ട് ഉമ്മ വേണമെന്ന് പറഞ്ഞില്ലേ? ഇവിടെ ഇപ്പോൾ ആരുമില്ല. നിനക്ക് വേണ്ടേ ഉമ്മ? വേണം, താ എനിക്ക്. തരാം, പക്ഷേ എനിക്ക് തിരിച്ചും തരണം. ഓ തരാം മുത്തേ, എനിക്ക് താ ഫസ്റ്റ്. എനിക്ക് കവളിൽ അവളൊരു ഉമ്മ തന്നു, ഇനി തിരിച്ച് താ. ഞാൻ വേഗം അവളെ പിടിച്ച് ലിപ് ലോക്ക് ചെയ്തു. അവൾ എന്നെ തള്ളി മാറ്റി. എന്തേ, തനിക്കിഷ്ടമായില്ലേ? ഐ ആം സോറി. അപ്പോൾ അവൾ എന്നെ പിടിച്ച് ലിപ് ലോക്ക് കിസ് ചെയ്തു. 5 മിനിറ്റ് ഞങ്ങൾ അങ്ങനെ നിന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ലിപ് ലോക്ക് ചെയ്തത്. അതാ ഫസ്റ്റ് നിന്നെ തള്ളി മാറ്റിയത്. ആണോ? ഇഷ്ടമായോ നിനക്ക്? പിന്നെ ഞാനും ഫസ്റ്റ് ടൈമാണ്. ഒരുപാട് ഇഷ്ടമായി എനിക്ക്. പിന്നെ നീയല്ലേ പറഞ്ഞത് എൻ്റെ എല്ലാം നിനക്ക് ഒരുപാട് ഇഷ്ടമായെന്ന്. എന്നിട്ട് കിസ് ചെയ്തപ്പോൾ വേറൊന്നിനും ശ്രമിച്ചില്ലല്ലോ. നിനക്ക് ഇഷ്ടമാവില്ലെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ചെയ്യാഞ്ഞത്. എന്നാൽ നമുക്ക് ഒന്നുകൂടെ കിസ് ചെയ്യാം. നിനക്കിഷ്ടമുള്ളതൊക്കെ ചെയ്തോ. അങ്ങനെ വീണ്ടും കിസ് ചെയ്തു. ഞാൻ അവൾക്ക് വേണ്ടുന്നത് പോലൊക്കെ കെട്ടിപ്പിടിച്ചു. എൻ്റെ പരാക്രമങ്ങൾ കൂടുമെന്ന് മനസ്സിലായപ്പോൾ ഷിജി പറഞ്ഞു, ചെക്കൻ്റെ പൂതി കൊള്ളാലോ, അതിപ്പോൾ വേണ്ട കേട്ടോ. ഷിജി, നമുക്ക് റൂം എടുത്താലോ? അതിനുള്ള ടൈം ആയിട്ടില്ല കേട്ടോ, നമുക്ക് വീട്ടിലേക്ക് പോകാം. നൈറ്റ് വീഡിയോ കോൾ. ഇന്നത്തെ ദിവസം എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ലടാ. എനിക്കും ലൈഫിൽ ആദ്യമായി ഇന്ന് എൻ്റെ ശരീരവും മനസ്സും നിറഞ്ഞു ശിവ, നീ കാരണം. താങ്ക് യു സോ മച്ച് മൈ ലവ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനെ ഉമ്മ വെക്കുന്നതും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തത്. എന്നിട്ട് നിനക്കിഷ്ടമായോ? എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഷിജി മോളെ. നീ കെട്ടിപ്പിടിച്ചത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ നിൻ്റെ മണം നല്ലപോലെ എനിക്കിഷ്ടമായി. നിൻ്റെ പെർഫ്യൂമിൻ്റെയും വിയർപ്പും കലർന്ന ആ ഗന്ധവും എല്ലാം. ആണോ? അതെ. നിനക്കെൻ്റെ ഹസ് പോസ്റ്റിലേക്ക് പ്രൊമോഷൻ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നീ സ്വീകരിക്കൂ എൻ്റെ ഹസ്സിൻ്റെ പോസ്റ്റ്. തന്നെ കണ്ടതിൽ മുതൽ ഞാൻ തൻ്റെ ഹസ്സാവാൻ കാത്തിരിക്കുക. ആണോ എൻ്റെ പൊന്നെ? ഡാ ശിവ, നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് സുഖവും സന്തോഷവും അറിയാതെ തീർന്നേനെ. എൻ്റെ ഷിജിക്ക് ഇനി മുതൽ സുഖവും സന്തോഷവും ഞാൻ തരും. അതുപോരെ എൻ്റെ പെണ്ണിന്? മതി, അത് മതി എനിക്ക്. അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി. ഞങ്ങൾ പലതവണ കണ്ടു. ഷിജി, ഡാ, നമ്മൾ പരിചയപ്പെട്ടിട്ട് 2 മാസമായില്ലേ? നിനക്ക് ഞാൻ എൻ്റെ ഹസ്സായി പ്രമോഷൻ തന്നു. എന്നിട്ടും നമ്മൾ ഇതുവരെ എല്ലാ അർത്ഥത്തിലും ഹസ് ആൻഡ് വൈഫ് ആയില്ലല്ലോ. എന്താ നിനക്ക് എല്ലാ അർത്ഥത്തിലും എന്നെ സ്വന്തമാക്കാൻ തോന്നുന്നില്ലേ? തോന്നുന്നില്ലേ എന്നോ? എത്ര നാളായി താൻ എല്ലാ രീതിയിലും എന്നെ സ്വന്തമാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഡാ, എല്ലാം കഴിഞ്ഞ് നീ എന്നെ വിട്ടിട്ട് പോവില്ലല്ലോ അല്ലേ? ഇല്ല, ഞാൻ ഒരിക്കലും പോവില്ല. തനിക്ക് എന്നെ വിശ്വാസമില്ലേ? എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഹസ്സാക്കിയത്. എപ്പോഴാ ഷിജി നമുക്കൊന്ന് ഒന്നിക്കാൻ പറ്റുക? എവിടെ വെച്ച് എന്നാ ചെയ്യുക ശിവ? തൻ്റെ വീട്ടിൽ വെച്ച് ചെയ്താലോ? അത് വേണ്ട, എനിക്ക് പേടിയാണ്. ഇതൊന്നും ആരും ഒരിക്കലും അറിയാതെ നോക്കണം. ആരും ഒരിക്കലും അറിയില്ല. അങ്ങനെ 2 ദിവസത്തിന് ശേഷം ശിവ അവൻ്റെ ഫ്രണ്ട് രോഹൻ്റെ ഒരു സ്റ്റാറ്റസ് കണ്ട് ഞെട്ടി. അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി സ്റ്റാറ്റസ് ആയിരുന്നു അത്. അപ്പോഴാണ് ശിവയ്ക്ക് മനസ്സിലായത് ഷിജി അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് രോഹൻ്റെ അമ്മയാണെന്ന്. നൈറ്റ് ഷിജി കോൾ ചെയ്തു. ഹാപ്പി ആനിവേഴ്സറി. എനിക്കെന്ത് ആനിവേഴ്സറി? എൻ്റെ ആനിവേഴ്സറി നിന്നെ ഫസ്റ്റ് കണ്ട ദിവസമാണ്. അല്ല, നീ എങ്ങനെ അറിഞ്ഞു ഏതാണെന്ന്? തൻ്റെ മകൻ രോഹൻ്റെ സ്റ്റാറ്റസ് കണ്ടു. താൻ എനിക്ക് കാണിച്ചു തന്ന തൻ്റെ മകൻ്റെ ഫോട്ടോ രോഹൻ്റെ അല്ലല്ലോ. താൻ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്?
സോറിടാ ശിവ, എന്നോട് പിണങ്ങല്ലേ. എൻ്റെ മകൻ്റെ കൂട്ടുകാരനാണ് നീയെന്ന് എനിക്ക് നേരത്തെ അറിയാം. എന്നിട്ടെന്താ എന്നോട് പറയാത്തത്? തനിക്ക് എങ്ങനെ അറിയും ഞാൻ തൻ്റെ മകൻ്റെ കൂട്ടുകാരനാണെന്ന്? എൻ്റെ മകൻ്റെ കൂടെയുള്ള ഒരുപാട് ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ട്. നിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് ഞാനെന്ന് നീ അറിഞ്ഞാൽ എന്നെ നിനക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് പേടിയായിരുന്നു. ഓ, അപ്പോൾ എന്നെ താൻ പറ്റിക്കുകയായിരുന്നല്ലേ? അല്ല, പറ്റിച്ചതല്ല. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. കൂട്ടുകാരൻ്റെ അമ്മയാണെന്ന് നീ അറിഞ്ഞാൽ എനിക്ക് നിന്നെ നഷ്ടമാകും എന്നെൻ്റെ പേടി കൊണ്ടാണ് ഞാൻ നിന്നോടൊന്നും പറയാതിരുന്നത്. ഓ, അപ്പോൾ താൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് രോഹൻ്റെ അമ്മയാണല്ലേ? ഞാൻ രോഹൻ്റെ മാത്രം അമ്മയാണ്, നിൻ്റെ അമ്മയല്ല. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരു തെറ്റല്ല. പ്ലീസ് എന്നെ ഉപേക്ഷിക്കല്ലേ. എൻ്റെ മകൻ്റെ കൂട്ടുകാരനായിട്ടും ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നില്ലേ? എൻ്റെ ഹസ്സാക്കാൻ ഞാൻ തയ്യാറാണല്ലോ. നിൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയാണ് ഞാൻ എന്നത് നീ മറക്കണം. എന്നിട്ട് എന്നെ നിൻ്റെ ഭാര്യയായി കണ്ടാൽ മതി. പ്ലീസ് ഷിജി, എൻ്റെ പെണ്ണാണ് താൻ. തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. താൻ പേടിക്കേണ്ട, തന്നെ വിട്ട് ഞാൻ പോകില്ല. പോരെ? താങ്ക്സ് ഐ ലവ് യു സോ മച്ച്. എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയാണെന്ന് വെച്ച് തന്നെ ഞാൻ ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല. എനിക്കും തന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് യു ടു മൈ ലവ്. എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ എൻ്റേത് മാത്രമാണ്. അതെ, ഞാൻ നിൻ്റേത് മാത്രമാണ്. അതുപോലെ എൻ്റെ മകൻ്റെ ഈ കൂട്ടുകാരൻ ഇന്നു മുതൽ എൻ്റേത് മാത്രമാണ്. വേറെ ഒരു പെണ്ണും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അതെ, ഞാൻ തനിക്ക് മാത്രമുള്ളതാണ്. ഇനി എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല ശിവ. എത്രയും പെട്ടെന്ന് എനിക്ക് നിന്നെ സ്വന്തമാവണം, എല്ലാ അർത്ഥത്തിലും. അതെ, എനിക്കും കാത്തിരിക്കാൻ പറ്റില്ല. ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടടാ. ആണോ? എന്താ അത്? നെക്സ്റ്റ് വീക്ക് എൻ്റെ ഓഫീസിൽ നിന്ന് 3 days ടൂറ് പോകുന്നുണ്ട്. വീട്ടിൽ ഞാൻ 4 days ടൂറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓഫീസിൽ ഞാൻ ടൂറ് വരുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അപ്പോൾ ടൂറിൻ്റെ 3 daysഉം 1 day എക്സ്ട്രാ ഞാൻ ലീവ് എടുത്ത് ടോട്ടൽ 4 days നമ്മൾ 2 പേരും മാത്രം ടൂർ പോകുന്നു. അത് കൊള്ളാം, സൂപ്പർ ഐഡിയ. അപ്പോൾ നമ്മൾ 4 days ഊട്ടി പോയി എല്ലാ രീതിയിലും ഒന്നായി ഭാര്യ ഭർത്താവിനെ പോലെ കഴിയുന്നു. ഓക്കെ ഡിയർ. എനിക്ക് നിൻ്റെ കൂടെ കിടക്കാൻ കൊതിയാവുന്നു ശിവ. നിനക്ക് എന്നെ എന്ത് ചെയ്യാനാണ് ആഗ്രഹം? ശിവ എല്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. നീ ശരിക്കും അങ്ങനെയൊക്കെ ചെയ്യുമോ? ഉറപ്പായും. എത്രയും വേഗം ആ ഡേറ്റ് ആയിരുന്നുവെങ്കിൽ. അങ്ങനെ ഞങ്ങൾ 2 പേരും കാത്തിരുന്ന ദിവസം വന്നു. ഞങ്ങൾ ഊട്ടി എത്തി. ഷിജി നേരത്തെ തന്നെ അവിടെയുള്ളൊരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിരുന്നു. ഞങ്ങൾ റൂമിലെത്തി. ഷിജി, താൻ പോയൊന്ന് ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് ഞാൻ ഫ്രഷ് ആവാം. എനിക്ക് ഫ്രഷ് ആവുന്നത് വരെ കാത്തിരിക്കാനൊന്നും പറ്റില്ലടാ. ഒരു റൗണ്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് ഫ്രഷ് ആവാം. ഷിഫോൺ സാരിയിൽ തെളിഞ്ഞു നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയുടെ ആകാരവടവ് നോക്കി ഞാൻ അങ്ങനെ നിന്നു. കൂട്ടുകാരൻ്റെ അമ്മ പതുക്കെ എന്നെ പിന്നിലൂടെ പിടിച്ച് അവളുടെ ദേഹത്തോട്ട് അടുപ്പിച്ച് വെച്ച് ഒരു നീണ്ട കിസ്സങ്ങടിച്ചു. ഞാനും തിരികെ അങ്ങനെ ചെയ്തു. ഏറെ നേരം അത്തരത്തിൽ നിന്ന ശേഷം എന്നെ തന്നെ നോക്കിയിട്ട് അവൾ എൻ്റെ കവിളിലൊരു ഉമ്മ തന്നു. ആ ഉമ്മയിൽ എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയുടെ എല്ലാ സ്നേഹവും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവളെ എടുത്ത് ഞാൻ ബെഡിലേക്കിട്ടു. പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരുപാട് നേരം നീണ്ടു നിന്ന അനുഭൂതിയുടെ ലോകത്തിലേക്ക് കടന്നു. സ്വർഗത്തിലൂടെ സഞ്ചരിച്ച നിമിഷങ്ങളായിരുന്നു എനിക്കും അവൾക്കും അത്. ഷിജി, നിൻ്റെ ഹസ്സൊരു പൊട്ടനാണ്. ഇത്രയും സുന്ദരിയായ നീ അടുത്തുണ്ടായിട്ടും അങ്ങേർക്ക് വേണ്ടല്ലോ. അത് നന്നായില്ലേടാ അങ്ങേർക്ക് എന്നെ വേണ്ടാത്തത്. അതുകൊണ്ടാണല്ലോ നിനക്കെല്ലാം തരാൻ പറ്റിയത്. എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ എൻ്റെ നെഞ്ചിൽ തുരുതുരാ ഉമ്മ വെച്ചു. എൻ്റെ നെഞ്ചിൽ തലവെച്ച് അമ്മ കിടന്നു. എൻ്റെ വിരലുകൾ അമ്മയുടെ മുടിയിലും പുറത്തും തലോടിക്കൊണ്ടിരുന്നു. എന്നെ കെട്ടിപ്പിടിച്ച് നിറ കണ്ണുകളോടെ എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ പറഞ്ഞു, നിന്നെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ സുഖം അറിയില്ലായിരുന്നു. ഞാൻ കണ്ണുനീര് തുടച്ചിട്ട് പറഞ്ഞു, ഇനി മുതൽ ഞാനില്ലേ. നിന്നെ ഇത്രയൊക്കെ ചെയ്തിട്ടും എൻ്റെ ആഗ്രഹം തീരുന്നില്ല ഷിജി. എനിക്ക് ഇനിയും ചെയ്യാൻ തോന്നുന്നു. 4 ദിവസം മുഴുവൻ നമ്മുടെയല്ലേ. കുറച്ച് സമയം നമുക്ക് ഇങ്ങനെ തന്നെ കിടക്കാം, ഷിജി പറഞ്ഞു.
എൻ്റെ ഷിജി, നീ ഒരു മാദക തിടമ്പ് തന്നെയാണ്. നിന്റെ പോലെ സൗന്ദര്യമുള്ള അംഗലാവണ്യമുള്ള ശരീരം ആർക്കും കാണില്ല. പിന്നെ എനിക്ക് നീയല്ലേ ഉള്ളൂ. എനിക്കും നീയേ ഉള്ളടാ, എന്നും വേണം നിന്നെ. അതെല്ലാം കേട്ട് ഞാൻ ഷിജിയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, നീ എൻ്റെ ചക്കരയാടി. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ എല്ലാ അർത്ഥത്തിലും എൻ്റേതായി എന്ന്. എനിക്കും പറ്റുന്നില്ല വിശ്വസിക്കാൻ എൻ്റെ മകൻ്റെ ഉറ്റ കൂട്ടുകാരനുമായി ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന്. ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. എനിക്കിന്നാണ് പൂർണ്ണമായ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്. നീയല്ലേ എന്നെ ഹാപ്പി ആക്കിയത്. ഞാനിതൊക്കെ ചെയ്തത് എൻ്റെ മകൻ്റെ കൂട്ടുകാരൻ്റെ കൂടെയാണെന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ലോകത്തിലധികം ആർക്കും ഇങ്ങനെ തന്നെ മകൻ്റെ പ്രായമുള്ള മകൻ്റെ കൂട്ടുകാരൻ്റെ കൂടെയുള്ള ഭാഗ്യം കിട്ടില്ല. എന്നാൽ എനിക്ക് ഈ ഭാഗ്യം കിട്ടിയതിൽ, അതും വേറൊരു പെണ്ണിനെ തൊട്ടുക പോലും ചെയ്യാത്തതായ മകൻ്റെ കൂട്ടുകാരനെ കിട്ടിയതിൽ ഞാൻ അതീവ സന്തുഷ്ടയാണ്. ഇനി എന്നും എൻ്റെ ഈ മകൻ്റെ കൂട്ടുകാരൻ എനിക്ക് സ്വന്തമാണ്. നീ എൻ്റെ മകൻ്റെ കൂട്ടുകാരനായതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇത്രയും ഇഷ്ടപ്പെടാൻ കാരണം. ഞാനും ഭാഗ്യം ചെയ്തവനാണ്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ അമ്മയെ സ്നേഹിക്കാനും എൻ്റെ ഭാര്യയാക്കാനും അവസരം കിട്ടില്ലായിരുന്നു. ശരിക്കും ഞാനാണ് ശിവ ഭാഗ്യം ചെയ്തത്. നിന്നെപ്പോലൊരു ചുള്ളൻ ചെക്കന് ഒരുപാട് ചെറിയ പെൺപിള്ളേരെ കിട്ടും. എന്നാൽ എന്നെപ്പോലൊരു മിൽഫിന് നിന്നെപ്പോലെയുള്ള ചെക്കന്മാരെ കിട്ടാനാ പാട്. നിൻ്റെ മോനും കെട്ടിയോനും നാട്ടിൽ ജോലി ചെയ്യുന്നു. അവരറിയാതെ നമ്മൾ ആഘോഷിക്കുന്നു. പാവം 2 പൊട്ടന്മാർ. അതെ, അതിനിടയിൽ രസം കെടുത്തിക്കൊണ്ട് അവളുടെ കെട്ടിയോൻ്റെ കോള് വന്നു. അവൾ എന്നെ തള്ളി മാറ്റിയിട്ട് ഫോൺ എടുത്തു. IMO കോൾ ആയതുകൊണ്ട് അവൾ ബെഡ്ഷീറ്റ് എടുത്ത് ചുറ്റിയിട്ടാണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. ഞാൻ ആ സമയം അവളുടെ അടുത്ത് അയാൾ കാണാത്ത പോലെ കിടന്നു. കെട്ടിയോൻ ഫോൺ എടുത്ത വഴിക്ക് ചോദിച്ചു, എന്തു പറ്റി, കിടക്കുവാണോ? നീ എന്താ ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിൽ നിൽക്കുന്നേ? ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ലേ? അത് ഞാൻ കുളിക്കാൻ പോവുമായിരുന്നു, ഡ്രസ്സൊക്കെ അഴിച്ചു. അപ്പോഴാണ് ചേട്ടൻ വിളിച്ചത്. വീണ്ടും ഡ്രസ്സ് ഇടാനുള്ള മടി കൊണ്ട് പുതപ്പെടുത്ത് പുതച്ച് ബെഡിൽ കിടന്നതാണ്. ചേട്ടൻ ഫോൺ വെച്ചിട്ട് പോയി കുളിക്കണം. എന്തിനാ ചേട്ടൻ വിളിച്ചത്? നീ അവിടെ എത്തിയോ എന്നറിയാൻ വിളിച്ചതാണ്. ആ ചേട്ടാ, ഞാൻ എത്തിയിട്ട് കുറച്ച് ടൈമായി. അല്ല, നിൻ്റെ മുടിയൊക്കെ എന്താ അഴിഞ്ഞു പാറിക്കിടക്കുന്നത്? പിന്നെ കുളിക്കാൻ പോകുമ്പോൾ മുടി അഴിച്ചിടില്ലേ? എന്തോന്നായേട്ടാ? ഞാൻ ആ സമയത്ത് അവളുടെ കാൽവെള്ളയിലൊന്ന് ഇക്കിളിയിട്ടു. എന്നൊച്ച വെച്ചുകൊണ്ട് അവൾ എന്നെ നോക്കി. ഓ, എന്തു പറ്റിയടി? എന്തിനാ നീ ഒച്ച വെച്ചത്? അതൊന്നുമില്ല ഏട്ടാ, ഇവിടെ തണുപ്പായതുകൊണ്ട് കാലൊന്ന് തരിപ്പ് കയറിയതാണ്. ഞാൻ കുളിക്കട്ടെ, കുളിച്ചിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് ഷിജി ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തിട്ട് 2 പേരും കൂടെ ഒരേ ചിരി. എന്ത് പൊട്ടനാടി അങ്ങേര്. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അനുഭവിച്ചോ, നമുക്കും അതല്ലേ വേണ്ടത്. എന്തൊരു കഴപ്പാണ് ഷിജി ഇത്. ഒരിക്കലും തീരരുത് എന്ന എൻ്റെ പ്രാർത്ഥന. അതൊരിക്കലും തീരില്ലടാ, നീ പേടിക്കണ്ട. 26 വർഷം മൂടി വെച്ചതല്ലേ, ഇനി എല്ലാം തീർക്കണം. നീ തീർത്ത് തരണം. തരാം, ഞാൻ തീർത്ത് തരാം. അതുപോരെ എൻ്റെ പെണ്ണിന്. തിരിഞ്ഞു നിൽക്ക് ചക്കരെ എന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ ചെന്നു. അങ്ങനെ ഒരു 15 മിനിറ്റ് അവളുമായി വീണ്ടും റൊമാൻസിൽ ഏർപ്പെട്ടു. അപ്പോഴേക്കും അവളുടെ ഹസ് വീണ്ടും വിളിച്ചു. ഡാ, ആ ശല്യം വീണ്ടും വിളിക്കുന്നുണ്ട്, നമ്മുടെ മൂഡ് കളയാൻ. സാരമില്ല, താൻ ഫോൺ എടുക്ക്. ഒരു രസമല്ലേ തൻ്റെ കെട്ടിയോൻ ഫോൺ വിളിക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ. അത് ശരിയാ, അങ്ങേരോട് ഫോണിൽ സംസാരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇരട്ടി എൻ്റർടൈൻമെൻ്റ് ആണ്. പക്ഷേ അങ്ങേർക്ക് എന്തെങ്കിലും മനസ്സിലായാൽ പിന്നെ നമ്മൾ തീർന്നു. ഇപ്പോൾ എങ്ങനെ ഞാൻ ഫോൺ എടുക്കും? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ മതി. അവളുടെ ഹസ്ബൻഡ്, നീ ഇത്രയും ടൈമായിട്ട് കുളിച്ചില്ലേ? കുളിച്ചു. എന്നിട്ട് നീ എന്താ നേരത്തെ കിടന്ന പോലെ തന്നെ ബെഡ്ഷീറ്റ് പുതച്ച് തന്നെ കിടക്കുന്നത്? ഇപ്പോൾ കുളിച്ച് വന്ന് ഡ്രസ്സ് ഇടാൻ പോവുമായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ വീണ്ടും വിളിച്ചത്. എനിക്ക് ഡ്രസ്സ് ഇടാൻ പോലും നിങ്ങൾ ടൈം തന്നില്ല. എന്നിട്ട് എന്നോട് എന്താ ഡ്രസ്സ് ഇടാത്തതെന്ന് ചോദിച്ച് ചൂടാകുന്നോ? നിങ്ങളൊന്ന് പോയേ. ഇത് പറയുമ്പോൾ എൻ്റെ കൈകൾ കോർത്തു പിടിച്ച് അവൾ കിടക്കുകയായിരുന്നു. നിനക്ക് എന്താ ഇത്ര തിരക്ക് പോകാൻ? ഞാനിവിടെ കാമുകൻ്റെ കൂടെ സൂയിക്കുക. അതാ എനിക്ക് ഫോൺ കട്ട് ചെയ്യാൻ ഇത്ര തിരക്ക്. ഓ,
ഓ, ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലായി. അവിടെ എല്ലാവരും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണല്ലേ പുറത്തു പോകാൻ? ആ അതെ, എല്ലാവരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്നാൽ ഓക്കെ, നീ പൊയ്ക്കോ, പിന്നെ വിളിക്കാം. ഇനി വിളിക്കണ്ട, 4 ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്, അപ്പോൾ കാണാം. ഓക്കെ ബൈ. എടി, നിൻ്റെ കെട്ടിയോൻ ശരിക്കും പൊട്ടനാണ്. നീ നിൻ്റെ കാമുകൻ്റെ കൂടെ സൂയിക്കുകയാണെന്ന് പറഞ്ഞിട്ടും അയാളത് വിശ്വസിച്ചില്ല. അതെ, ഞാൻ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ സത്യം പറഞ്ഞു പോയതാണ്. ഭാഗ്യം അങ്ങേര് പൊട്ടനായോണ്ട് അത് വിശ്വസിച്ചില്ല. ആ പിന്നെ എൻ്റെ ചക്കര ഇങ്ങോട്ട് വന്നേ, എനിക്ക് കുറച്ചുകൂടെ പണിയുണ്ട്. ആ, ഇനി അങ്ങോട്ട് എൻ്റെ ശരീരവും മനസ്സും എൻ്റെ ഈ കൂട്ടുകാരൻ്റെ അമ്മയ്ക്കുള്ളതാണ്. ഞങ്ങൾ അങ്ങനെ തന്നെ അവിടെ ബെഡിൽ കിടന്നുറങ്ങി. ഈവനിങ് ഉറക്കം എണീച്ചു പോയി. 2 പേരും ഒരുമിച്ച് കുളിച്ചു. നൈറ്റ് പുറത്തൊക്കെ പോയി കറങ്ങി ഫുഡൊക്കെ കഴിച്ച് റൂമിൽ വന്നു. ഒരു റൗണ്ട് കൂടി റൊമാൻസ് ചെയ്ത് ക്ഷീണിച്ച് കിടന്നുറങ്ങി. അങ്ങനെ 4 ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിച്ചു. ഷിജി ശരിക്കും എന്നിൽ സാറ്റിസ്ഫൈഡായി. ഞാനും തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ ഷിജി, ഇനി എന്നാ നമുക്കിതുപോലെ ചെയ്യാൻ പറ്റുക? താൻ പറഞ്ഞാൽ മതി, ഞാൻ എപ്പോഴും തയ്യാറാണ്. ഇനി ഇതുപോലെ ട്രിപ്പൊന്നും വന്ന് ചെയ്യാൻ ഈ അടുത്ത കാലത്തൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇനി ഇപ്പോഴൊന്നും നടക്കില്ല എന്നാണോ താൻ പറയുന്നത്? അല്ല, ഇനി നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്യണം. അതെങ്ങനെ നാട്ടിൽ നിന്നാണെങ്കിൽ? എപ്പോഴെങ്കിലും തൻ്റെ മകനോ അല്ലെങ്കിൽ തൻ്റെ കെട്ടിയോനോ നമ്മൾ ഒരുമിച്ച് കണ്ടാലോ? അപ്പോൾ എന്ത് ചെയ്യും? അതിനൊരു വഴിയുണ്ടടാ. നാട്ടിലെത്തിയാൽ എത്രയും പെട്ടെന്ന് നീ എൻ്റെ മകൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വരണം. എന്നിട്ട് എൻ്റെ കെട്ടിയോനെയും എന്നെയും നീ പരിചയപ്പെടണം. പിന്നെ ഇടയ്ക്ക് അവർ രണ്ടാളും വീട്ടിലില്ലാത്ത സമയത്ത് നീ വീട്ടിൽ വന്ന് എന്നെ കാണണം. അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ മകനോ കെട്ടിയോനോ വന്നാൽ നീ എൻ്റെ മകനെ കാണാൻ വന്നാണെന്ന് പറയാം. പുറത്ത് വെച്ച് നമ്മളെ കണ്ടാൽ നമ്മൾ യാദൃശ്ചികമായി കണ്ടതാണെന്ന് പറയൂ അവരോട്. ഓ, സൂപ്പർ ഐഡിയ ആണല്ലോ, അത് കൊള്ളാം. എൻ്റെ പെണ്ണിൻ്റെ ബുദ്ധി അപാരം തന്നെ. പിന്നെ നീ എൻ്റെ കെട്ടിയോനെ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് വെച്ച് കണ്ട് സംസാരിച്ച് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് ലൈഫ് ലോങ് ആർക്കും സംശയം തോന്നാതെ നന്നായി ജീവിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ താൻ പറയുന്ന പോലെ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി. ഞാൻ എൻ്റെ വീട്ടിലേക്കും അവൾ അവളുടെ വീട്ടിലേക്കും പോയി. അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി. ഞാൻ എൻ്റെ വീട്ടിലേക്കും അവൾ അവളുടെ വീട്ടിലേക്കും പോയി. അന്ന് രാത്രി വീഡിയോ കോളിൽ ഷിജി ചോദിച്ചു, ചേട്ടന് സുഖമല്ലേ? ശിവ, ചേട്ടനോ? ഞാനോ? ഷിജി, ആ നീ തന്നെ. ഇനി മുതൽ നീ എനിക്ക് ഹസ്സല്ലേ? അപ്പോൾ ഞാൻ നിന്നെ ചേട്ടാ എന്നല്ലേ വിളിക്കേണ്ടത്? എന്താ എൻ്റെ ചെക്കന് ഇഷ്ടമല്ലേ ഞാൻ ചേട്ടൻ എന്ന് വിളിക്കുന്നത്? എൻ്റെ ഈ കൂട്ടുകാരൻ്റെ അമ്മ എന്നെ ചേട്ടൻ എന്ന് വിളിക്കുന്നത് എനിക്കൊരുപാട് ഇഷ്ടമാണ്. എൻ്റെ മകൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയായി ജീവിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണടാ. ശിവ, എനിക്ക് ഈ ജീവിതത്തിൽ വേറെ ഒന്നും വേണ്ട. എൻ്റെ ഈ കൂട്ടുകാരൻ്റെ അമ്മ മാത്രം മതി. ഷിജി, എത്ര പെട്ടെന്നാണ് നമ്മുടെ 4 ഡേയ്സ് കഴിഞ്ഞു പോയത്. എനിക്ക് മതിയായിട്ടില്ല നമ്മുടെ സ്വർഗം പോലെയുള്ള 4 ദിവസം. കുറച്ച് കൂടുതൽ ഡേയ്സ് നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. എനിക്കും അങ്ങനെ തന്നെ കാണാൻ തോന്നുന്നു. നിനക്ക് കണ്ടാൽ മാത്രം മതിയോ എന്നെ? പോരാ, കൊണ്ടറിയണം. 4 ദിവസം കൊണ്ട് നീ ഒരുപാട് കൊണ്ടറിഞ്ഞില്ലേ, എന്നിട്ടും പോരെ? അതും പറഞ്ഞ് അവളൊന്ന് കുണുങ്ങി ചിരിച്ചു. അതെ എൻ്റെ പൊന്നെ, എനിക്ക് നിന്നെ എന്നും വേണം. എല്ലാ ദിവസവും എനിക്ക് വേണം എൻ്റെ മുത്തിനെ. നമ്മളുടെ മാത്രമായ ലോകം 2 ഇണചേരുന്ന ചിത്രശലഭത്തെ പോലെ നമ്മൾ പാറിപ്പറന്ന് നടക്കും. ആ ലോകത്ത് മനോഹരമായ പുഷ്പങ്ങളും വൃക്ഷലതാദികളും പൂക്കളിൽ നിന്ന് തേൻ നുകർന്ന് ഇണചേർന്ന് പാറിപ്പറക്കുന്ന 2 പൂമ്പാറ്റകൾ. ഷിജി ഒന്ന് ചിരിച്ചു. ഷിജി പൂമ്പാറ്റയും ശിവപൂമ്പാറ്റയും അല്ലേ? അതെ, എനിക്ക് വേറെ ഫുഡൊന്നും വേണ്ട. അങ്ങനെ താരമായി പാറിപ്പറന്ന് നടന്നാൽ മതി. ഹായ്, കേട്ടിട്ട് തന്നെ കൊതിയാവുന്നു ശിവ. അതും പറഞ്ഞ് ഷിജി ഒരു പാട്ട് പാടി. നിറയുന്ന
ഓ, നീ നന്നായി പാടുന്നു എൻ്റെ മുത്തേ. എനിക്കെന്നും നിൻ്റെ പാട്ടും കൂത്തും കേൾക്കണം. നിന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം. എന്നും എൻ്റെ ഈ കൂട്ടുകാരൻ്റെ അമ്മയുടെ കൂടെ കിടക്കാൻ എന്താ വഴി? നിനക്ക് അങ്ങനെയൊക്കെ വേണേൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താ അത്? അതിന് നീ എന്നെ ലീഗലി മാരി ചെയ്യണം. അതായത് എല്ലാവരുടെയും മുന്നിൽ നമ്മൾ ഇഷ്ടമാണ് എന്ന് തുറന്ന് പറഞ്ഞ് നീ എന്നെ കെട്ടണം. എന്താ, നീ എന്നെ ലീഗലി കെട്ടാൻ തയ്യാറാണോ? ഓ, ഞാൻ എന്തിനും തയ്യാറാണ്. എന്നാൽ നമുക്ക് ലീഗലി കെട്ടാം. എനിക്ക് ഈ ഉറപ്പ് മതി. എന്നെങ്കിലും നമ്മുടെ റിലേഷൻഷിപ്പ് പുറത്തറിയുകയാണെങ്കിൽ നീ എന്നെ കിട്ടിയാൽ മതി. അല്ലാതെ നമ്മൾ തന്നെ ഇത് ആരോടും പറയരുത്. നമ്മൾ ലൈഫ് ലോങ് നമ്മുടെ റിലേഷൻഷിപ്പ് ആരും അറിയാതെ കൊണ്ടുപോകാൻ നോക്കിയാൽ മതി. ഓക്കെ, എല്ലാം തൻ്റെ ഇഷ്ടം പോലെ. ഞാൻ തൻ്റെ വീട്ടിലേക്ക് വരട്ടെ? ഇപ്പോൾ എനിക്ക് പറ്റുന്നില്ല പിടിച്ചു നിൽക്കാൻ. ഡാ, ചതിക്കല്ലേ. എങ്ങാനും പിടിച്ചാൽ പിന്നെ കുഴപ്പമാവും. ഓ, ഓക്കെ. ഡാ, പിന്നെ ഞാൻ പറഞ്ഞ കാര്യം വേഗം ചെയ്യണം. നീ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഹസ്സിനെയൊക്കെ പരിചയപ്പെട്ട് എൻ്റെ വീടുമായി നല്ല ബന്ധം ഉണ്ടാക്കി എടുക്കണം. അങ്ങനെ എന്നും നീ എൻ്റെ മകനെ കാണാനെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരണം കേട്ടോ. താൻ പേടിക്കണ്ട. 2 days കഴിഞ്ഞ് താൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാം സെറ്റാക്കാം. അതുപോലെ? ആ, അത് മതി. ഡാ, പിന്നെ നീ എന്നെ എൻ്റെ മകൻ്റെ മുന്നിൽ വെച്ച് എന്താ വിളിക്കുക? എന്താ വിളിക്കേണ്ടത്? താൻ പറ. നീ എന്നെ ഒരിക്കലും അമ്മയെന്ന് വിളിക്കരുത് കേട്ടോ. അതെനിക്കിഷ്ടമല്ല. നീ എൻ്റെ കാമുകനാണ്, എൻ്റെ ഹസ്സാണ്. അതുകൊണ്ട് ഒരിക്കലും എന്നെ അമ്മയെന്ന് വിളിക്കാൻ പാടില്ല കേട്ടോ. നീ എന്നെ റോഹൻ്റെ അമ്മയെന്ന് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ ആൻറ്റി എന്ന് വിളിച്ചു. ശരി, റോഹൻ്റെ അമ്മ അല്ല ആൻറ്റി. അങ്ങനെ ഷിജി പറഞ്ഞതുപോലെ 2 ദിവസത്തിന് ശേഷം ഞാൻ റോഹൻ്റെ കൂടെ ഷിജിയുടെ വീട്ടിലേക്ക് പോയി. ആദ്യം റോഹൻ അവൻ്റെ അച്ഛനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. രവി, അതാണ് അവൻ്റെ അച്ഛൻ്റെ പേര്. രവിയെ കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ, ഈ കിളവനായിരുന്നോ എൻ്റെ ഷിജിയുടെ ഭർത്താവ്? ഇത്രയും സുന്ദരിയായ എൻ്റെ ഷിജി ഈ കിളവനെയാണോ കല്യാണം കഴിച്ചത്? എനിക്ക് വിഷമം തോന്നി അത് ഓർത്തിട്ട്. പക്ഷേ ഈ കിളവൻ എൻ്റെ ഷിജിയുടെ ഹസ് ആയതുകൊണ്ടാണല്ലോ ഷിജി എനിക്ക് കിട്ടിയതെന്ന് ഓർത്തപ്പോൾ എനിക്ക് സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ 2 പേരും വീടിൻ്റെ ഉള്ളിലേക്ക് പോയി. എൻ്റെ ഷിജിയുടെ മുന്നിലെത്തി ഞാനും റോഹനും. ഷിജിയെ കണ്ടപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, ഡാ റോഹ, ഇത് നിൻ്റെ സിസ്റ്ററാണോ? നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടും നിനക്ക് സിസ്റ്ററുള്ള കാര്യം നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാൻ വിചാരിച്ചു നീ ഒറ്റ മോനാണെന്ന്. ഡാ, സിസ്റ്ററിൻ്റെ നെയിം എന്താ? ഷിജി. ഹായ് ഷിജി, ഹൗ ആർ യു? ഞാൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് ചോദിച്ചു. ഷിജി എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഐ ആം ഗുഡ്. നിൻ്റെ നെയിം എന്താ? മൈ നെയിം ഇസ് ശിവ. ഷിജി വർക്കിംഗ് ആണോ? ആ അതെ, അമ്മ വർക്കിംഗ് ആണ്. ഞാനൊന്നും അറിയാത്തതുപോലെ ചോദിച്ചു, അമ്മയോ? ഇത് നിൻ്റെ അമ്മയാണോ? കണ്ടിട്ട് ചെറിയ പെണ്ണിനെ പോലെ ഉണ്ടല്ലോ. നിൻ്റെ അമ്മ ആവാനുള്ള ഏജൊന്നും ഷിജിക്കില്ല. നീ എന്നെ കളിയാക്കുവാണോ റോഹൻ? ഇത് നിൻ്റെ അമ്മയൊന്നും ആയിരിക്കില്ല. നീ എന്നെ പറ്റിക്കാൻ നോക്കുവാണല്ലേ? ഉടനെ രവി പറഞ്ഞു, അല്ല മോനെ, ഷിജി എൻ്റെ ഭാര്യയാണ്, ഇവൻ്റെ അമ്മ. ഇവൾക്ക് കണ്ടാൽ വലിയ ഏജ് തോന്നാത്തത് കൊണ്ട് മോൻ വിശ്വസിക്കാൻ പറ്റാത്തത്. ഓ, ഐ ആം റിയലി സോറി ഷിജി. ഓ സോറി ആൻറ്റി, ഞാൻ പേര് വിളിച്ചതിന്. ഓ, അതിനെന്താ ഒരു പ്രശ്നം? നീ എന്നെ ഇനി മുതൽ ഷിജി എന്ന് തന്നെ വിളിച്ചോളൂ. അല്ലേ റോഹൻ? ഇവൻ ഷിജി എന്ന് വിളിക്കുന്നതാണ് അമ്മയ്ക്ക് ഇഷ്ടമെങ്കിൽ നീ ഷിജി എന്ന് തന്നെ വിളിച്ചോ അമ്മയെ. ഇത്രയും നേരം ഞങ്ങൾ എല്ലാവരും സംസാരിക്കുമ്പോൾ ഷിജിയുടെ കൈ എൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് അവിടെ നിന്ന് തന്നെ കഴിച്ചു. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഷിജി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈവനിങ് ഞങ്ങൾ 3 പേരും TV കാണുകയായിരുന്നു. ആ ടൈം ഷിജി ചായ ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോയി. ഞങ്ങൾ 3 പേരും ഫുട്ബോൾ മാച്ച് കാണുകയായിരുന്നു. ഞാൻ ഇടയ്ക്ക് തിരിഞ്ഞ് അടുക്കളയിലേക്ക് ഷിജിയെ നോക്കി. ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ ഷിജി എന്നെ നോക്കി നിൽക്കുമായിരുന്നു. ഷിജി എന്നെ നോക്കി എനിക്കൊരു ഫ്ലൈയിങ് കിസ് തന്നു. ഷിജി തന്ന ഫ്ലൈയിങ് കിസ് എൻ്റെ കൈകൊണ്ട് പിടിക്കുന്നത് പോലെ ഞാൻ ആക്ഷൻ കാണിച്ചു. അപ്പോൾ ഷിജി ഒരു 5-10 കിസ് കൂടി എനിക്ക് തന്നു. ഷിജിയുടെ മകനും ഹസ്സും കൂടെ ഉള്ളത് കൊണ്ട് തിരിച്ച് കിസ് കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല.
കുറച്ച് കഴിഞ്ഞപ്പോൾ ഷിജി എന്നെ ഒരു ആക്ഷൻ കാണിച്ചു. എനിക്ക് കാര്യം മനസ്സിലായി. എന്നിട്ട് അവളുടെ വിരലുകൾ കൊണ്ട് എന്നെ മാടി മാടി അടുക്കളയിലേക്ക് വിളിച്ചു. ഞാൻ അവിടെ നിന്ന് എണീറ്റു. അപ്പോൾ രോഹൻ, നീ എവിടെ പോകുക? ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാടാ. അങ്ങനെ ഞാൻ അടുക്കളയിലെത്തി. അപ്പോൾ തന്നെ ഷിജി എന്നെ കെട്ടിപ്പിടിച്ച് തുരാ ഉമ്മ തന്നു. അപ്പോൾ ഞാൻ ഷിജിയെ പിടിച്ച് മാറ്റി. ഷിജി, തൻ്റെ മകനും ഭർത്താവും അപ്പുറത്തുണ്ട്. അവർ നമ്മളെ ഇതുപോലെ കണ്ടാൽ എല്ലാം തീരും. കാണട്ടെ അവർ. എന്നാലും എനിക്ക് എൻ്റെ ചെക്കനെ ഇപ്പോൾ വേണം. എത്ര ദിവസമായി എൻ്റെ ചെക്കനെ ഇതുപോലെ ഒന്ന് കിട്ടിയിട്ട്. അവൾ എന്നെ വീണ്ടും കെട്ടിപ്പിടിച്ചു. എൻ്റെ ചെവിയിൽ വന്ന് പതുക്കെ ഷിജി ചോദിച്ചു, നിനക്ക് പൂമ്പാറ്റയാകണ്ടേ? അയ്യോ, ആവണം. എന്നിട്ട് എൻ്റെ മുത്തുമായി പാറി പറന്ന് നടക്കണം. അപ്പോഴാണ് ഞാൻ ഷിജിയുടെ ഡ്രസ്സ് ശ്രദ്ധിച്ചത്. രാവിലെ ഷിജി ചുരിദാറായിരുന്നു ഇട്ടത്. എന്നാൽ ഇപ്പോൾ ഡ്രസ്സ് മാക്സിയാണ്. എടി കല്ലി, നീ പെട്ടെന്ന് ഡ്രസ്സ് മാറിയല്ലേ? എനിക്ക് മനസ്സിലായി. ഷിജി ഒന്ന് കുണുങ്ങി ചിരിച്ചു. ഞങ്ങൾ പിന്നീട് ആ കിച്ചണിൽ നിന്ന് കുറച്ച് റൊമാൻസിലേക്ക് ഏർപ്പെട്ടു. ഷിജി, അവർക്ക് നമ്മളെ കാണാൻ പറ്റുമോ അവിടെ നിന്ന്? ഡാ, നീ പേടിക്കണ്ട. ഇവിടെ ഈ സ്ലാബ് ഉള്ളതുകൊണ്ട് അവർക്ക് നിന്നെ കാണാൻ പറ്റില്ല. നീ ധൈര്യമായി എന്ത് വേണേലും ചെയ്തോ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് 10 മിനിറ്റോളം അവളെ സന്തോഷിപ്പിച്ചു. പെട്ടെന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി രോഹൻ അടുക്കളയിലേക്ക് വന്നു. ഷിജി അപ്പോൾ തന്നെ അലേർട്ട് തന്നു. ഞാൻ കബോർഡിൽ കയറി ഒളിച്ചു. ഷിജി ചോദിച്ചു, രോഹൻ, ശിവ എവിടെ പോയി? അമ്മ, അവൻ ബാത്റൂമിൽ പോയതാണ്. അതും പറഞ്ഞ് അവൻ തിരിച്ചുപോയി ഫുട്ബോൾ കാണാൻ നിന്നു. ഷിജി എന്നെ നോക്കി ചിരിച്ചു. എന്നിട്ട് എന്നെ അവിടെ നിന്ന് വലിച്ചു പൊക്കിയെടുത്ത് കെട്ടിപ്പിടിച്ച് പ്രണയനിമിഷങ്ങൾ തുടങ്ങി. കുറച്ച് ടൈമായിട്ടും എന്നെ കാണാത്തത് കൊണ്ട് രോഹൻ വരാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഷിജി എന്നോട് ബാത്റൂമിലേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇഴഞ്ഞിഴഞ്ഞ് ബാത്റൂമിൽ പോയി ഫ്ലഷ് അടിച്ച് ബാത്റൂമിൽ നിന്ന് വരുന്നത് പോലെ ആക്ട് ചെയ്തു. അത് കണ്ട് ഷിജി എന്നെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. നൈറ്റ് വീഡിയോ കോളിൽ ഇന്നും പൂർണ്ണമായും റൊമാൻസ് പങ്കിടാൻ പറ്റാത്ത വിഷമമൊക്കെ ഞങ്ങൾ പരസ്പരം അറിയിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ദിവസവും ഞാൻ ഫുട്ബോൾ കളിക്കാൻ എന്ന വ്യാജേന ഈവനിങ് ഷിജിയുടെ വീട്ടിൽ പോകാൻ തുടങ്ങി. പക്ഷേ ചെറിയ ചെറിയ കെട്ടിപ്പിടുത്തവും കിസ്സിങ്ങും മാത്രമേ നടന്നുള്ളൂ. ട്രിപ്പ് പോയി വന്ന ശേഷം ശരിക്കും അങ്ങോട്ടൊന്നും നടന്നില്ല. ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ വിഷമത്തിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം രവി പറഞ്ഞു, മോനെ ശിവ, നീ എന്നും ഈവനിങ് ഇവിടെ വരുന്നുണ്ടല്ലോ. ഇനി മുതൽ നീ വരുമ്പോൾ ഷിജിയെ കൂടി ബൈക്കിൽ കൂട്ടിക്കോ. നിൻ്റെ വീടിൻ്റെ അടുത്തല്ലേ ഷിജിയും വർക്ക് ചെയ്യുന്നത്. സോ ഈവനിങ് ഷിജി നിൻ്റെ കൂടെ വന്ന ബസ്സിൻ്റെ പൈസ ലാഭിക്കാമല്ലോ. ഓ ഓക്കെ, ഇനി മുതൽ ഞാൻ കൊണ്ടുവന്നോളാം ഷിജിയെ. ഞാൻ ആലോചിച്ചു, ഈ മണ്ടൻ അറിയുന്നില്ലല്ലോ ഷിജി എന്നും എൻ്റെ കൂടെ തന്നെയാണ് വരുന്നതെന്ന്. വീടെത്താറാകുമ്പോൾ ഷിജി വഴിയിൽ ഇറങ്ങുന്നതാണെന്ന്. അങ്ങനെ ഇരിക്കെ എൻ്റെ അമ്മ ചേച്ചിയുടെ വീട്ടിലേക്ക് താമസിക്കാൻ പോയി. ഇപ്പോൾ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ് താമസം. ഇനി കുറേ നാൾ കഴിഞ്ഞ് അമ്മ വീട്ടിലേക്ക് വരൂ എന്നതായിരുന്നു എൻ്റെയും ഷിജിയുടെയും സന്തോഷം. കാരണം ഇനി മുതൽ എനിക്കും ഷിജിക്കും എൻ്റെ വീട്ടിൽ വെച്ച് തന്നെ സുഖമായി കൂടാമല്ലോ. അമ്മ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ ഷിജി ലീവെടുത്ത് വീട്ടിലേക്ക് വന്നു. എടാ, 10 ദിവസമായി നമ്മൾ ശരിക്കും ഒന്ന് കൂടിയിട്ട്. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. വേഗം വാടാ, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതെ, ട്രിപ്പിന് ശേഷം പൂർണ്ണമായും ഒന്നും നടക്കാത്തതിൻ്റെ വിഷമമായിരുന്നു എനിക്കും. ഇന്ന് ഈവനിങ് വരെ നമുക്ക് സുഖിക്കണം. കൂട്ടുകാരൻ്റെ അമ്മ പതുക്കെ എന്നെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ച് അവളുടെ ദേഹത്തോട്ടടുപ്പിച്ച് വെച്ച് എന്നെ പുൽകി നിന്നു. പിന്നീട് അങ്ങോട്ട് സ്വർഗത്തിലേക്കുള്ളൊരു പ്രയാണമായിരുന്നു. 10 ദിവസത്തെ കേട് അങ്ങ് നന്നായി ആഘോഷിച്ച് തീർത്തു. അങ്ങനെ ഈവനിങ് വരെ ആഘോഷിച്ചു ഞങ്ങൾ. അങ്ങനെ പല ദിവസങ്ങളിൽ ഷിജി ഉച്ചയ്ക്ക് ലീവ് എടുത്തു. എന്നിട്ട് എൻ്റെ വീട്ടിൽ വെച്ചും ഷിജിയുടെ വീട്ടിൽ വെച്ചും ഒക്കെ ഞങ്ങൾ രസിച്ചു. ഒരു ദിവസം എന്നെയും ഷിജിയെയും ഷോപ്പിംഗ് മാളിൽ വെച്ച് റോഹൻ കണ്ടു. ഞങ്ങൾ യാദൃശ്ചികമായി കണ്ടതാണെന്ന് പറഞ്ഞു. പൊട്ടൻ അത് വിശ്വസിക്കുകയും ചെയ്തു. എല്ലാം മുൻകരുതലും എടുത്താണ് ഷിജി ഓരോന്ന് ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ 3-4 മാസം ശരിക്കും അടിച്ചു പൊളിച്ച് ജീവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ആ ഷോക്കിംഗ് ന്യൂസ് അറിയുന്നത്. രോഹന് ഷിജി വർക്ക് ചെയ്യുന്ന സെയിം പഞ്ചായത്ത് ഓഫീസിൽ ജോലി കിട്ടി.
ആ ന്യൂസ് എനിക്കും ഷിജിക്കും ഒരുപാട് വിഷമം ഉണ്ടാക്കി. വേറൊന്നുമല്ല, രോഹൻ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ എനിക്കും ഷിജിക്കും ഇപ്പോൾ ചെയ്യുന്നത് പോലെ ഒന്നും പറ്റില്ല. രോഹൻ ഷിജിയുടെ കൂടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പിന്നീട് ഒന്നിനും പറ്റാതെയായി. അതുമാത്രമല്ല, എൻ്റെ കൂടെ ഓഫീസിലേക്ക് വരികയും പോവുകയും ചെയ്തിരുന്ന ഷിജിക്ക് ഇപ്പോൾ രോഹൻ്റെ കൂടെ പോകേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾക്കൊരവസരവും തരാതെ 6 മാസം കടന്നുപോയി. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വീഡിയോ കോളിലും പിന്നെ ചെറിയ ചെറിയ കെട്ടിപ്പിടുത്തവും ഒക്കെയായി ഒതുക്കേണ്ടി വന്നു. തീരെ അവസരം കിട്ടാതെ ആയപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. അങ്ങനെ തീരെ കാമമടക്കാനാവാതെ ഷിജി വീഡിയോ കോളിലൂടെ എന്തിനും തയ്യാറായി തുടങ്ങി. മുൻപ് അവൾക്ക് ഭയമായിരുന്നു. എന്നാൽ ആഗ്രഹങ്ങൾ അടക്കാനാവാത്ത അവസ്ഥയിലെത്തിയപ്പോൾ ഷിജിയുടെ പേടിയെല്ലാം പോയി. അങ്ങനെ 6 മാസങ്ങൾക്കിപ്പുറം ഞങ്ങൾക്കൊരവസരം കിട്ടി. ഒരു ദിവസം സുഖമില്ലാതെ രോഹൻ ഉച്ചയ്ക്ക് ലീവ് എടുത്ത് വീട്ടിലേക്ക് പോയി. രോഹൻ പോയപ്പോൾ തന്നെ ഷിജി സന്തോഷത്തോടെ എന്നെ വിളിച്ചു. ഡാ, രോഹൻ സുഖമില്ലാതെ വീട്ടിലേക്ക് പോയി. ഈവനിങ് നമുക്ക് എന്തായാലും ഒന്ന് കൂടണം. ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാം. ഓക്കെ ഡിയർ, ഞാൻ തനിക്കായി കാത്തിരിക്കാം. കുറച്ച് കഴിഞ്ഞ് ഷിജി വീണ്ടും വിളിച്ചു. ഡാ, ഇന്നൊന്നും നടക്കില്ല. രവി ഈവനിങ് പിക്ക് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞു. പിക്ക് ചെയ്യാനൊന്നും വരണ്ട, താൻ ഒറ്റയ്ക്ക് വന്നോളാം എന്ന് പറഞ്ഞില്ലേ? അങ്ങേർക്ക് ഇവിടെ എന്തോ ആവശ്യമുണ്ട്, അതുകൊണ്ട് പോകുമ്പോൾ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ വിഷമിച്ച് നിന്നു. പക്ഷേ ദൈവം എൻ്റെ കൂടെ ആയിരുന്നു. പാർട്ടിക്കാർ തമ്മിൽ എന്തോ പ്രശ്നമായതുകൊണ്ട് മിന്നൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് രവിക്ക് വരാൻ കഴിഞ്ഞില്ല. അതുമാത്രമല്ല, ഷിജിക്ക് ഇന്ന് വീട്ടിലേക്ക് പോകാനും പറ്റാത്ത അവസ്ഥയായി. ഷിജി പറഞ്ഞു, ഡാ, ദൈവം നമ്മുടെ കൂടെയാണ്. ഇന്ന് ഈ അവസ്ഥയിൽ എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഈവനിങ് മാത്രമല്ല, ഇന്നത്തെ രാത്രിയും നമുക്ക് സ്വന്തം. ഞാൻ വീട്ടിൽ വിളിച്ച് വരാൻ പറ്റില്ല, ഇവിടെ റൂം എടുത്ത് താമസിക്കാമെന്ന് പറയാം. എന്നിട്ട് നമുക്ക് നിൻ്റെ വീട്ടിൽ വെച്ച് ആഘോഷിക്കാം. അത് സൂപ്പർ ഐഡിയ ആണ് ഷിജി. ഡാ, ചിക്കൻ കിട്ടാനൊക്കെ വഴിയുണ്ടോ? നമുക്ക് ഫുഡെല്ലാം ഒക്കെയായി അടിച്ചു പൊളിക്കാം. ചിക്കനൊക്കെ ഞാൻ സെറ്റാക്കാം, താൻ ഇങ്ങോട്ട് വേഗം വാ. ഷിജി രവിയെ വിളിച്ചു. ഈ സാഹചര്യത്തിൽ എനിക്കിന്ന് വീട്ടിലേക്ക് വരാൻ പറ്റില്ല, ഡേഞ്ചറാണ്. അതുകൊണ്ട് ഞാനിവിടെ ഒരു റൂം എടുത്ത് താമസിക്കാം. ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കാനോ? അതൊന്നും വേണ്ട, വെറുതെ കാശ് കളയാൻ. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഈ സാഹചര്യത്തിൽ വീട്ടിലേക്ക് വരുന്നത് റിസ്ക്കാണ്. നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ മകൻ്റെ കൂട്ടുകാരൻ ശിവയുടെ വീട് അതിനടുത്തല്ലേ? നീ അവിടെ താമസിച്ചോ എന്ന്. നീ അവനെ വിളിച്ച് ചോദിക്ക് ഇന്ന് അവിടെ താമസിച്ചോട്ടെ എന്ന്. എനിക്കൊന്നും വയ്യ അവിടെ താമസിക്കാൻ, വെറുതെ അവനതൊരു ബുദ്ധിമുട്ടാകും. നീ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ഞാൻ തന്നെ ശിവയെ വിളിച്ച് ചോദിക്കാമെന്ന്. നീ അവൻ്റെ കൂടെ താമസിക്കുന്നതിന് അവൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ രവിയുടെ കോള് വന്നു. ഹലോ ശിവ, നാട്ടിൽ പാർട്ടി പ്രശ്നം നടക്കുന്നതുകൊണ്ട് ഷിജിക്ക് ഇന്ന് വീട്ടിലേക്ക് വരാൻ പറ്റില്ല. അവൾ ഹോട്ടലിൽ താമസിക്കാമെന്ന് പറഞ്ഞു എന്നോട്. നിൻ്റെ വീട് അവിടെ അടുത്തുണ്ടായിട്ട് ഷിജി ഹോട്ടലിൽ താമസിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഷിജിയോട് ഇന്ന് നിൻ്റെ കൂടെ താമസിക്കാൻ പറഞ്ഞു. നിനക്കതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്കൊരു പ്രോബ്ലവും ഇല്ല. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എൻ്റെ വീടുണ്ടായിട്ട് ഹോട്ടലിൽ താമസിക്കാൻ വിടില്ല. ഇന്നിവിടെ താമസിച്ചാൽ മതി. ഓ താങ്ക്സ് മോനെ. എന്നാൽ നീ തന്നെ ഷിജിയെ പോയി നിൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോക്കോ. അവൾക്കൊരു മടി നിൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ. മനസ്സിൽ ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, അങ്കിൾ പേടിക്കണ്ട, ഞാൻ കൂട്ടിക്കൊണ്ട് വന്നോളാം. ഇന്ന് എൻ്റെ കൂടെ തന്നെ ഷിജി കിടക്കും, അതുപോരെ അങ്കിൾ. ഞാൻ അർത്ഥം വെച്ച് പറഞ്ഞത് മനസ്സിലാവാതെ പൊട്ടൻ രവി പറഞ്ഞു, അത് മതി മോനെ. എനിക്കറിയാം നീ ഷിജിയെ പൊന്നുപോലെ നോക്കുമെന്ന്. ഷിജിക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണേ നീ. അങ്കിൾ പേടിക്കണ്ട, ഷിജിക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തോളാം, ശിവ പറഞ്ഞു. ഈവനിങ് ഞാൻ ഷിജിയെ കൂട്ടി വീട്ടിൽ വന്നു. പക്ഷേ ഞങ്ങൾ രാത്രി ആവുന്നതുവരെ ഒന്നും ചെയ്യണ്ട എന്ന് വിചാരിച്ചു. അത് വേറെ ഒന്നിനുമല്ല, രാത്രി മുഴുവൻ ആസ്വദിച്ച് എല്ലാം വേണം, അതിനു വേണ്ടിയായിരുന്നു. ഞങ്ങൾ നല്ല ഫുഡൊക്കെ ആക്കി കഴിച്ചു. ഷിജി ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞ് ബാത്റൂമിൽ പോയി.
ഞാൻ നേരത്തെ തന്നെ സെറ്റാക്കി വെച്ച മുല്ലപ്പൂവൊക്കെ ഇട്ട് ബെഡ് അലങ്കരിച്ചു. കുറച്ച് മുല്ലപ്പൂ ഷിജിക്ക് തലയിൽ ചൂടാൻ വേണ്ടി വെച്ചു. ഞാൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കല്യാണച്ചക്കനെ പോലെ റെഡിയായി. ഷിജി ഞാൻ കൊടുത്ത പുതിയ സാരിയും ഇട്ട് കുളിച്ചു വന്നു. ഷിജി ബെഡൊക്കെ കണ്ട് ഞെട്ടി നിന്നു. കള്ളൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലേ? നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതാദ്യമായല്ലേ ഫസ്റ്റ് നൈറ്റ് പോലെ ആഘോഷിക്കാൻ പോകുന്നത്? അതെ ഷിജി, താൻ ഈ മുല്ലപ്പൂ ചൂട്. ഞാനൊന്ന് ഒരുങ്ങട്ടെ, എന്നിട്ട് ചേട്ടൻ തന്നെ എൻ്റെ തലയിൽ ചൂടി തന്നാൽ മതി. പിന്നെ എനിക്ക് തലയിൽ സിന്ദൂരവും ചേട്ടൻ തന്നെ വെച്ച് തരണം. എല്ലാം എൻ്റെ ഭാര്യ പറയുന്ന പോലെ ചെയ്യാം. അങ്ങനെ ഷിജി പറഞ്ഞതുപോലെ സിന്ദൂരവും മുല്ലപ്പൂവും ഞാൻ വെച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ കൈ പിടിച്ച് അവൾ ഒരു മുത്തം തന്നു. ഞാൻ ഷിജിയെ പിടിച്ച് ബെഡിൽ കിടത്തി. അവൾ എന്നെ നോക്കി ഒരു പുഞ്ചിരി തൂക്കി. അന്നായിരുന്നു ഞങ്ങളുടെ ആദ്യ രാത്രി. ഞങ്ങളുടെ ആഘോഷം കൊടുമ്പിടി കൊണ്ടിരിക്കെ അപ്പോൾ ഷിജിയുടെ ഫോണിൽ രവി വിളിച്ചു. ഷിജിക്ക് അത് ഒട്ടും ഇഷ്ടമായില്ല. ശല്യം, എന്തിനാണാവോ ഈ നേരത്ത് നമുക്ക് ബുദ്ധിമുട്ടാക്കാൻ വിളിക്കുന്നത്? താ ഫോൺ എടുക്കുന്നില്ലേ? ഇല്ല, നാളെ രാവിലെ വിളിച്ചിട്ട് ഇന്നലെ നേരത്തെ ഉറങ്ങിപ്പോയി എന്ന് പറയാം. എടോ, താ ഫോൺ എടുക്ക്. വേണ്ടടാ, വീഡിയോ കോളാണ്, നമ്മുടെ രസം പോകും. ഷിജി പുതപ്പ് പുതച്ച് കിടന്നു. എന്നിട്ട് ഫോൺ എടുത്തു. നീ നേരത്തെ കിടന്നോ? എന്തു പറ്റി? ഇത് ശിവയുടെ വീടായതുകൊണ്ട് എനിക്കിവിടെ പണിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ നേരത്തെ കിടന്നു. അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നോ? അവൻ ഒറ്റയ്ക്കല്ലേ താമസം? ശിവ ഒറ്റയ്ക്കായതുകൊണ്ട് അവന് ഫുഡ് ഉണ്ടാക്കാനൊക്കെ അറിയാം. അവൻ എനിക്ക് വേണ്ടി സ്പെഷ്യൽ ഫുഡൊക്കെ റെഡിയാക്കി തന്നു. നിങ്ങളുടെ മോനെ പോലെയൊന്നും അല്ല ശിവ. അവൻ നല്ലൊരു ആണൊരുത്തനാണ്, എല്ലാത്തിനും നല്ല ചുറുചുറുക്കാണ്. ഷിജി അത് പറയുമ്പോൾ ഞാൻ ഷിജിയുടെ അടുത്ത് കിടന്ന് കുസൃതി കാണിച്ചു. ഷിജിയെ നോക്കി ഞാൻ കണ്ണിറുക്കി കാണിച്ചു. അപ്പോൾ രവി പറഞ്ഞു, ശിവ നല്ലവനാണ്, അവൻ എല്ലാവരുടെയും ആഗ്രഹം അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തോളും. അതാണ് ഞാൻ നിന്നോട് അവൻ്റെ കൂടെ താമസിച്ചോ എന്ന് പറഞ്ഞത്. കുറേ സമയം അവർ സംസാരിച്ചു. അവർ സംസാരിക്കുന്ന അത്രയും സമയം ഞാൻ കുസൃതി കാണിച്ചു കൊണ്ടിരുന്നു. ഞാനൊരു പ്ലാസ്റ്റിക് കവർ വീർപ്പിച്ച് ഷിജിയുടെ അടുത്ത് വെച്ച് പൊട്ടിച്ചു. ടപ്പേ! സംസാരിച്ചുറങ്ങിപ്പോയിരുന്ന രവി ആ ശബ്ദം കേട്ട് പെട്ടെന്ന് എണീറ്റു. ഈ നാശം ഫോൺ കട്ട് ചെയ്തില്ല എന്ന് ഞാൻ പിന്നീടാണ് ഓർത്തത്. രവി ചോദിച്ചു, എന്തു പറ്റി? എന്താ ഒരു ശബ്ദം കേട്ടത്? അത് ഞാൻ കൊതുകിനെ അടിച്ച സൗണ്ടാണ്. എന്തോ പറയുന്ന പോലുള്ള സൗണ്ടാണല്ലോ കേട്ടത്. നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റിട്ട് എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾ സ്വപ്നം കണ്ടതായിരിക്കും. ഞാൻ ഫോൺ വെക്കുക. ഷിജി ഫോൺ വെച്ചിട്ട് പറഞ്ഞു, ആ പൊട്ടൻ ഉറങ്ങിയത് നമ്മുടെ ഭാഗ്യം. എല്ലാം മനസ്സിലായാൻ അയാൾക്കൊന്നും മനസ്സിലായില്ല എന്നറിഞ്ഞ് ഞാൻ സന്തോഷത്തിലായിരുന്നു. ഇനി ഞാൻ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ഫോൺ വെച്ചാൽ എടുക്കില്ല. റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ. അതൊക്കെ ഒരു രസമല്ലേ ഷിജി? താൻ ഹസ്ബൻഡിനോട് ഫോണിൽ സംസാരിക്കുമ്പോൾ നിൻ്റെ കൂടെ ഇങ്ങനെ കിടക്കുന്നത്, അതൊക്കെ നല്ല രസമാണ്. പക്ഷേ ഇനി അങ്ങനെയൊന്നും വേണ്ട. അത് പറയുമ്പോഴേക്കും ഷിജിയുടെ ഫോൺ വീണ്ടും അടിച്ചു. അത് രോഹനായിരുന്നു. ഞാൻ ഷിജിയോട് ഫോൺ എടുക്കാൻ പറഞ്ഞു. അവൾ ഫോൺ എടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഷിജി വീണ്ടും ചെയ്തുകൊണ്ടിരുന്ന കാര്യം തുടങ്ങുമ്പോഴേക്ക് എൻ്റെ ഫോണിൽ രോഹൻ്റെ കോൾ വന്നു. എനിക്കത് ഒരുപാട് ഇഷ്ടമായി. ഷിജി എന്നോട് ഫോൺ എടുക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ ഫോൺ എടുക്കാൻ പോകുവാണ്. ഞാൻ ഫോണിൽ സംസാരിക്കുന്ന ടൈം താൻ എൻ്റെ കൂടെ കിടന്നാൽ മതി. ഫോണിൽ കൂട്ടുകാരനോട് വീഡിയോ കോൾ ചെയ്യുമ്പോൾ അവൻ്റെ അമ്മ എൻ്റെ കൂടെ കിടക്കുന്നു. അതിൻ്റെ ത്രിൽ ഇരട്ടിയാക്കി. രോഹനോട് സംസാരിച്ച ശേഷം ഷിജി എന്നോട് ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഏറെ നേരത്തെ ആഘോഷത്തിന് ശേഷം ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ രവി വിളിച്ചിട്ട് പറഞ്ഞു, രോഹൻ അസുഖം കൂടുതലാണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോവുകയാണെന്ന്. രവി രോഹൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കുവാണ്. ഡിസ്ചാർജ് ആയിട്ടേ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞു. ഷിജിയുടെ ഫോൺ എനിക്ക് തരാൻ പറഞ്ഞു. ശിവ, രോഹൻ ഡിസ്ചാർജ് ആവുന്നതുവരെ ഷിജിയെ അവിടെ നിൻ്റെ കൂടെ നിർത്തണം. ഷിജി ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്താൻ പറ്റില്ല. അതിനെന്താ അങ്കിൾ, ഷിജി എത്ര ദിവസം വേണേലും ഇവിടെ നിന്നോട്ടെ, എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഷിജിയോട് അവിടെ നിൽക്കാൻ നീ തന്നെ പറഞ്ഞേക്ക് എന്നും പറഞ്ഞു ഫോൺ വെച്ചു.
ഞാനും ഷിജിയും രവിയുടെ ആ തീരുമാനത്തിൽ തുള്ളിച്ചാടി. രോഹൻ 3 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ആ 3 ദിവസവും ഞങ്ങൾ 2 പേരും ശരിക്കും ആർമാദിച്ചു. 3-ാം ദിവസമായിരുന്നു ഡിസ്ചാർജ്. രാത്രി ആയതുകൊണ്ട് ഷിജിയോട് നാളെ വന്നാൽ മതി എന്ന് രവി പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രിയും ഞങ്ങൾ ആഘോഷിച്ചു. പക്ഷേ അന്ന് ഞങ്ങൾ മൂഡ് ഓഫ് ആയിരുന്നു. നാളെ മുതൽ ഞങ്ങൾ എങ്ങനെ തമ്മിൽ കാണും എന്നതായിരുന്നു ഞങ്ങളുടെ വിഷമം. രാവിലെ ഷിജി എന്നെ വിളിച്ച് എണീപ്പിച്ചു. എന്നോട് കുളിച്ച് റെഡിയായി ക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അമ്പലത്തിലെത്തി. ഷിജി എനിക്കൊരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സർപ്രൈസ് എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവോ?